നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 955th day. Today 38th sloka of Prathama Skandam 11th chapter. For details see the other version. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 955 ദിവസം 1ാമത്തെ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ഓം തത്സത്. ശ്ലോകം. ഏതദീശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണേ ന യുജ്യതേ സദാത്മസ്തി യഥാ ബുദ്ധി തദാശ്രയാ. ഓം തത്സത്. പറയുകയാണ്, ഭഗവാൻ എന്തുകൊണ്ട് ഒന്നിലും സംഖ്യയല്ല, അല്ലെങ്കിൽ ഭഗവാൻ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം പൂർത്തി വിഭാഗമാകുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ പ്രകൃതിയോട് ചേർന്നിരിക്കുന്നവനാണെങ്കിലും പ്രകൃതിയുടെ ഒരു ഗുണത്തിനും സത്ത് രജസ് തമസ് എന്നുള്ള ഒരു ഗുണത്തിനും അതീതനായിട്ട് ഭവിക്കാത്തത് എപ്രകാരം എന്നാൽ അത് ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എങ്കിലും ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചാലും അതിന് ആത്മഗുണങ്ങളായിട്ടുള്ള സത്ത, ആനന്ദം എന്നിവകളോട് സദാ യോജിച്ചിരിക്കുന്നില്ല. അത് എപ്പോഴും ഞാൻ എൻ്റേത് എന്നുള്ള വിചാരം, ഞാൻ ദുഃഖമുള്ളവൻ, ഞാൻ മരണധർമ്മമുള്ളവൻ എന്നിങ്ങനെയുള്ള വിചാരം ഉണ്ടാകാൻ കാരണം ബുദ്ധി ആ ആത്മാവിനോട് യോജിച്ചിരിക്കാത്തതാണ്. അതുപോലെ തന്നെ ഭഗവാൻ പ്രകൃതിയോട് യോജിച്ചവനാണെങ്കിലും പ്രകൃതിയുടെ ആ ഗുണങ്ങളൊന്നും ഭഗവാന് ഇല്ല. ഭഗവാൻ അതിൽ നിന്നും വിഭിന്നനാകുന്നു എന്ന് പറയുകയാണ്. ആത്മാവിനോട് ബുദ്ധി യോജിച്ചാൽ പിന്നെ ഞാൻ ആത്മാവാണ്, എനിക്കൊരു ദുഃഖവുമില്ല, സദാ ആനന്ദമായിട്ടുള്ള ആ ഭാവം നമുക്ക് ലഭിക്കും. അപ്രകാരമില്ലാത്തതുപോലെ ഭഗവാൻ പ്രകൃതിയോട് യോജിച്ചമാതിരി കാണുന്നു. ഭഗവാൻ പ്രകൃതിയോട് യോജിക്കുന്നില്ല. ഭഗവാൻ എപ്പോഴും ആനന്ദസ്വരൂപിയായിട്ട് ഇരിക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഭഗവാൻ എന്ന് പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏതദീശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണേ ന യുജ്യതേ സദാത്മസ്തി രഥാ ബുദ്ധിസ്തദാശ്രയാ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. Thank you for watching.